വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഓ എൻ്റെ ഈശോയെ, ഈ വാക്കുകളുടെ വ്യാപ്തി ഞാൻ മനസ്സിലാക്കുന്നു. സ്വന്തം കഴിവുകൊണ്ട് ഒരാത്മാവിന് അധികം മുന്നേറാൻ സാധ്യമല്ലെന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു. അത് വളരെ അധ്വാനിക്കുമെങ്കിലും ദൈവമഹത്വത്തിനായി ഒന്നും ചെയ്യുകയില്ല. തുടർച്ചയായി അതിന് തെറ്റുപറ്റുന്നു. എന്തെന്നാൽ നമ്മുടെ മനസ്സ് അന്ധകാരാവൃതമാണ്. അതിൻ്റെ കാര്യങ്ങളെ തന്നെ വിവേചിക്കേണ്ടതെങ്ങനെയെന്ന് അതിനറിഞ്ഞുകൂടാ. ഞാൻ 2 കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. ആദ്യമായി, കുമ്പസാരിക്കുമ്പോൾ എന്നെ ഏറ്റവും എളിമപ്പെടുത്തുന്നവ ഞാൻ കണ്ടെത്തും. നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും അതെനിക്ക് വലിയ വിഷമം തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് പറയും. രണ്ടാമതായി, കുമ്പസാര സമയത്ത് മാത്രമല്ല, എല്ലാ ആത്മപരിശോധനയുടെ സമയത്തും ഞാൻ അനുതപിക്കും. ഉത്തമ മനസ്താപം എന്നിലുളവാകാൻ ഞാൻ പരിശ്രമിക്കും, പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുമ്പോൾ. ഒരു വാക്കുകൂടി, പൂർണ്ണതയിലേക്ക് വളരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് തന്റെ ആത്മീയ നിയന്താവ് നൽകുന്ന ഉപദേശം കർശനമായി പാലിക്കണം. എത്രമാത്രം വിധേയത്വമുണ്ടോ അത്രമാത്രം വിശുദ്ധി പ്രാപിക്കാൻ പറ്റും. ഒരിക്കൽ എന്റെ ആത്മീയ പിതാവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് വളരെ സഹിക്കുന്നതായുള്ള ഒരു ആത്മീയ ദർശനം മിന്നായം പോലെ എനിക്ക് ലഭിച്ചു. ഇപ്രകാരമുള്ള തീവ്രസഹനം വളരെ കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ ദൈവം അനുവദിക്കുകയുള്ളൂ. ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ സഹനം. ദൈവം വളരെ ആഗ്രഹിക്കുന്ന ഈ പ്രവർത്തനം തീർത്തും നിലച്ചുപോകുന്ന ഒരവസ്ഥ വരും. പിന്നീട് ദൈവം വളരെ ശക്തമായി പ്രവർത്തിക്കും. അത് ഇതിന്റെ വിശ്വസനീയതയെ വെളിപ്പെടുത്തും. വളരെ കാലം നിർജീവമായിരുന്നെങ്കിലും അത് സഭയ്ക്ക് ഒരു പുതിയ ചൈതന്യം നൽകും. ദൈവം അനന്തമായ കരുണയുള്ളവനാണെന്ന് ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. വിധിയാളനായി അവിടുന്ന് വീണ്ടും വരുന്നതിനു മുൻപ് ഇതെല്ലാവരും അറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ആത്മാക്കൾ ആദ്യം കരുണയുടെ രാജാവായി അവിടുത്തെ അറിയണമെന്നതാണ് അവിടുത്തെ ആഗ്രഹം. ഈ വിജയം കൈവരിക്കുമ്പോൾ നമ്മളെല്ലാം സഹനമില്ലാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. എന്നാൽ അതിനു മുൻപായി തന്റെ പ്രയത്നങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടത് കണ്ടതുമൂലമുള്ള ദുഃഖത്തിൽ നിന്റെ ആത്മീയ പിതാവിന്റെ ആത്മാവ് കഠിനമായി വേദനിക്കേണ്ടി വരും. എങ്കിലും ഇതിപ്രകാരം കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. എന്തെന്നാൽ ദൈവം ഒരിക്കൽ തീരുമാനിച്ചത് അവിടുന്ന് മാറ്റം വരുത്തുന്നില്ല. എന്നാൽ ഈ നാശം പുറമേ മാത്രമാണെങ്കിലും സഹനം യഥാർത്ഥമായിരിക്കും. എപ്പോൾ ഇത് സംഭവിക്കും എനിക്കതറിഞ്ഞുകൂടാ. എത്ര നാൾ അത് നിലനിൽക്കും അതും എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ പ്രത്യേകിച്ച് നിനക്കും ദൈവത്തിന്റെ അനന്തമായ കരുണയെ പ്രഘോഷിക്കുന്നവർക്കും ദൈവം ഒരു വലിയ കൃപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ അനന്തമായ കരുണയെ പ്രഘോഷിക്കുന്നവർക്കും ദൈവം ഒരു വലിയ കൃപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ മരണസമയത്ത് എൻ്റെ തന്നെ മഹത്വമായി ഞാൻ തന്നെ അവരെ സംരക്ഷിക്കും. രാവുപോലെ ആ ആത്മാവിൻ്റെ പാപങ്ങൾ ഇരുണ്ടതാണെങ്കിലും ആ പാപി എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ അവൻ എനിക്ക് ഏറ്റവും വലിയ സ്തുതിയർപ്പിക്കുകയും എൻ്റെ പീഡാസഹനത്തിൻ്റെ മഹത്വമാവുകയും ചെയ്യുന്നു. ഒരാത്മാവ് എൻ്റെ നന്മയെ പ്രകീർത്തിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ സാത്താൻ ഭയന്ന് വിറയ്ക്കുകയും നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു.